JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചേർന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. LD ക്ലർക്ക് കൊല്ലം കണ്ണൂർ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 9 ഡിലീഷനും ഒരു ആൻസർ കീ ചേഞ്ചുമായിട്ടുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉണ്ടായിരുന്ന ഓപ്ഷനിൽ നിന്ന് മാറ്റിയാണ് ഫൈനൽ ആൻസർ കീ വന്നിട്ടുള്ളത്. അപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 9 ഡിലീഷനും വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫ് മാർക്കിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതോടൊപ്പം തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ് നമുക്ക് ഡിലീഷൻ വന്നിട്ടുള്ളത്, അപ്പോൾ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യനാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് വിലയിരുത്താം. അപ്പം നമുക്ക് ആദ്യം ഡിലീഷനെ കുറിച്ച് നോക്കാം. 9 ഡിലീഷനാണുള്ളത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഡിലീഷൻ എന്ന് പറയുന്നത് 18ാമത്തെ ചോദ്യമാണ്. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? അതാണ് ആദ്യമായിട്ട് ഡിലീഷൻ വന്നിട്ടുള്ളത്. രണ്ടാമത് ഡിലീഷൻ ആയിട്ടുള്ളത് 21ാമത്തെ ചോദ്യമാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? അതാണ് രണ്ടാമത് ഡിലീഷൻ ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എ കോഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തേത്, രണ്ടാമത്തേത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തേത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? അതാണ് മൂന്നാമതായിട്ട് ഡിലീഷൻ ആയിട്ടുള്ള ചോദ്യം. നാലാമത് ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ ക്രിപ്സ്പർ CAS9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 9 ചോദ്യങ്ങളാണ് മൊത്തത്തിൽ ഡിലീഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കോഡ് എ ആണ് ഞാൻ ഇപ്പോൾ പറയുന്നോണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടിലും ഓരോ ക്വസ്റ്റ്യൻ കോഡിലും വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പ്രത്യേകമായിട്ട് കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 5ാമത്തെ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം പദ്ധതി അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം പദ്ധതി അല്ലാത്തത് ഏതാണ്? അടുത്ത 6ാമത്തേതാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? അതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് 7ാമത്തെ നോക്കാം. 7ാമത്തേത് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. 81ാമത്തെ ചോദ്യമാണ് അടുത്തതായിട്ട് ഡിലീഷൻ വന്നിട്ടുള്ളത്. അടുത്തത് ഫാസ്മെയിൽ മീൻസ്, അതാണ് 84ാമത്തെ ചോദ്യമാണ് അടുത്തതായിട്ട് ഡിലീഷൻ വന്നിട്ടുള്ളത്. അടുത്തത് 87ാമത്തെ ചോദ്യമാണ് ഡിലീഷൻ വന്നത്. ലെപ്റ്റോസ്പിറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത്, അതാണ് അടുത്ത ഡിലീഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ 9 ഡിലീഷൻ ആണ് വന്നിട്ടുള്ളത്. ഓരോ ചോദ്യവും കോഡ് വെച്ചാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ട് നമ്പർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പ്രൊഫഷണൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു ക്വസ്റ്റ്യനകത്ത് ആൻസർ കീ ചേഞ്ച് ആയിട്ടുണ്ട്. പ്രൊഫഷണൽ ആൻസർ കീയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതോടൊപ്പം അത് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഒരു ചോദ്യത്തിന് ആൻസർ കീ കൊടുത്തിരുന്ന D ആയിരുന്നു, അത് C ആയിട്ട് ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് പ്രൊഫഷണൽ ആൻസർ കീ ആൻസർ D ആയിരുന്നു, എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അത് C ആയി. അതായത് ആ ചോദ്യം ഇതാണ്: ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? 1, ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2, ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. 3, പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന പോലെയാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അതിന്റെ അകത്ത് പ്രൊഫഷണൽ ആൻസർ കീയിൽ ആൻസർ D ആണ് കൊടുത്തിരുന്നത്, only 1 and 2. എന്നാൽ അത് ഫൈനൽ ആൻസർ കീ വന്നപ്പോഴത്തേക്കും അത് C ആയിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഓൾ ഓഫ് ദ എബോവ്, അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ മാറ്റം വന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ചും കൂടി നിങ്ങൾ വിലയിരുത്തണം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കട്ട് ഓഫ് മാർക്ക് വരുന്നത്. ഇനി നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് വിലയിരുത്താം. അതായത് മൊത്തം മാർക്ക് കണക്കാക്കുന്ന 9 ഡിലീഷൻ വരുമ്പോൾ 91 മാർക്കിലായിരിക്കും ഇനി കട്ട് ഓഫ് മാർക്ക് വരുന്നത്.
100 എണ്ണത്തിൽ 9 എണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ 91 മാർക്കിലാണ് കട്ട് ഓഫ് മാർക്ക് വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് വരുമ്പോൾ ഏകദേശം ഒരു 50-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. കാരണം ഉദ്യോഗാർത്ഥികളുടെ വിലയിരുത്തലിൽ നിന്നാണ് കട്ട് ഓഫ് മാർക്കുകൾ നിശ്ചയിക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരമാവധി ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവെ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുമ്പോൾ ഏകദേശം 50-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. ഇപ്പോൾ ഞാൻ പറയാം, ഒരു 100 പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 100ാമത് വരുന്ന ആളുടെ മാർക്കാണ് ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കുട്ടികൾക്കാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള മാർക്കുകൾ എത്ര ഉദ്യോഗാർത്ഥികൾക്കാണ് ഉള്ളത് എങ്കിൽ ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 100 പേരിൽ എല്ലാവർക്കും 50-നും 60-നും ഇടയ്ക്കാണ് മാർക്കെങ്കിൽ ആ 50 മാർക്കുള്ള ആളുടെ മാർക്കാണ് ആ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് മാർക്കായിട്ട് വരുന്നത്, ഏറ്റവും അവസാനം വരുന്നത്. അപ്പോൾ ആ 100ാമത് വരുന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്കാണ് ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കട്ട് ഓഫ് മാർക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 50-നും 60-നും ഇടയ്ക്ക് വരാൻ സാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നാണ് നമ്മൾ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.